നമസ്കാരം. കലോത്സവ വാർത്തകളും വിശേഷങ്ങളുമായി പ്രത്യേക പരിപാടി കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘ, അപ്പോൾ എന്താ ആദ്യം? അരുൺ, എല്ലാ വേദിയിലും മത്സരം തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വേദിയായ നിളയിൽ പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരുകാർ ഈ കലോത്സവം കാണാൻ ഒഴുകി എത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ണൂരിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അരുൺ, ജില്ലകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം പുരോഗമിക്കുന്നു. നേരത്തെ കോഴിക്കോടായിരുന്നു മുൻപിൽ, ഇപ്പോൾ പാലക്കാട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതൊക്കെ മാറി പറയാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വേദിയിൽ ഏതൊക്കെ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം ലതീഷ് പറഞ്ഞു തരും വളരെ വിശദമായിട്ട് തന്നെ. കാരണം വളരെ സജീവമായി തന്നെ രാവിലെ മുതൽ ലതീഷ് ഈ വേദികളിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സൂക്ഷ്മ അംശങ്ങളിലേക്ക് ലതീഷ്, എങ്ങനെയാണ് ഒരു പൊതുചിത്രം? അരുൺ, കലോത്സവം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയ ഒരു ദിനമായിരുന്നു ഇന്ന്. 5ാം ദിനത്തിൽ രാവിലെ മുതൽ വേദികളിലേക്ക് ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. രാവിലെ 1ാം വേദിയിൽ 10 മണിയോടുകൂടി ഒപ്പന മത്സരം, ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സരമാണ് ആരംഭിച്ചത്. ഇരു കൈയും നീട്ടി ഒപ്പന മത്സരത്തെ കണ്ണൂരുകാർ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇതേ സമയം തന്നെ നാടോടി നൃത്ത മത്സരം മറ്റു വേദിയിൽ നടന്നു. നാടക മത്സരം, അതേപോലെ തന്നെ മോണോ ആക്ട് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ കൊണ്ടുള്ള ഒരു ജനപ്രിയ ഇനങ്ങൾ തന്നെയായിരുന്നു ഇന്ന് എല്ലാ വേദികളിലും ഉണ്ടായിരുന്നത്. 1ാം വേദിയിൽ ഒപ്പന മത്സരം പൂർത്തിയാക്കി 5 മണിയോടുകൂടിയാണ് സംഘനൃത്ത മത്സരം ആരംഭിച്ചിരിക്കുന്നത്. സംഘനൃത്ത മത്സരം കാണുന്നതിനും വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് വേദി 1 മുന്നിൽ ഉള്ളത്. അതേപോലെ തന്നെ അറബനമുട്ട്, കോൽക്കളി, നാടോടി നൃത്തം തുടങ്ങിയ വിവിധങ്ങളായ മത്സരങ്ങൾ വിവിധ വേദികളിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകെ 47 മത്സര ഇനങ്ങളാണ് 5ാം ദിനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇതിൽ 31 മത്സര ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ 731 പോയിന്റുമായി പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. തൊട്ടു പിന്നിലായി 729 പോയിന്റോടുകൂടി കോഴിക്കോട് ജില്ല 2ാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ കണ്ണൂർ ജില്ലയ്ക്ക് 722 പോയിന്റാണുള്ളത്. അപ്പീലുകളുടെ എണ്ണം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. 1194 അപ്പീലുകൾ ഈ സമയം വരെ വന്നിട്ടുണ്ട്. ഇത്രയും കൂടുതൽ അപ്പീലുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ് മത്സരം പലപ്പോഴും സമയക്രമം തെറ്റിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ തരത്തിൽ തന്നെയായിരിക്കും ഇന്നും മത്സരം ഉണ്ടാവുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം കണ്ണൂർ ജില്ലയിലെ എല്ലാ ആളുകളും തന്നെ ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. കാരണം സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു പ്രമാണിച്ച്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം വീടുകളിൽ നിന്ന് ആളുകൾ കലോത്സവ വേദികളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ രാത്രി പോലും ആളുകൾ വലിയ തോതിൽ കലോത്സവ വേദിയിൽ തെങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അരുൺ, അപ്പോൾ ഇത്രയും മത്സരങ്ങളാണ് പോയിന്റ് നിലയിൽ ഉള്ളൊരു ചിത്രമൊക്കെയാണ് നിലവിൽ നമുക്ക് ലഭിച്ചത്. ഈ എത്ര കണ്ടാലും മതിവരാത്ത ചില മത്സര ഇനങ്ങളുണ്ട് കലോത്സവ വേദിയിൽ. ഏതൊക്കെയാണെന്നറിയോ? ഒപ്പന, സംഘനൃത്തം, അതങ്ങനെ പോകും. എന്തായാലും ആ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒപ്പന തന്നെയാണ് അല്ലേ? ഉറപ്പായും. നമുക്കൊരു ഒപ്പന കണ്ടാലോ? ആരാ? കോഴിക്കോട് കാപ്പാട് ഇലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് പ്രേക്ഷകർക്കായി ഒപ്പന അവതരിപ്പിക്കാൻ പോകുന്നത്. ഹാജർ ബീവി ചമേന്തിടെ ഫിർദൗസകമിൽ ഇബ്രാഹിമും ആവേശത്തിരകൾ ചേർത്തിയ മർഹബ മംഗലമായി ഇന്ന് ആമണൽ മക്ക കിതച്ചുപുളച്ചിട് ശരഫുകളും മികവാ. ഹാജർ ബീവി ചമേന്തിടെ ഫിർദൗസകമിൽ ഇബ്രാഹിമും ആവേശത്തിരകൾ ചേർത്തിയ മർഹബ മംഗലമായി ഇന്ന് ആമണൽ മക്ക കിതച്ചുപുളച്ചിടും ശരഫുകളും മികവാ. നീരം ഇമ്പമിലത്ത പുതുമണവാളൻ ആ മൊഞ്ചിന് നെഞ്ചകമിൽ ഭയമില്ലാതെന്നൊരു നാൾ നീക്കി അമര് ഭൂവിൽ ഹാജറ വഹദത്താക്കിയതും കഥയാ. നേരം ഇമ്പമിലൊത്ത പുതുമണവാളൻ ആ മൊഞ്ചിന് നെഞ്ചകമിൽ ഭയമില്ലാതെന്നൊരു നാൾ നീക്കി അമര് ഭൂവിൽ ഹാജറ വഹദത്താക്കിയതും കഥയാ. മരച്ചോട്ടിൽ സ്വരരാഗമിൽ ബൈത്തും പാടി കൗതുക പന്തലിൽ ഹൂറികളൊത്തൊരുമിത്തിടലായി രാവിൻ കൺമണി പൊന്നി
ഇസ്മായിൽ ഇസാക്കും ചേർന്നിട്ട് കസ്രകമാ ചോട്ടിൽ സ്വരരാഗമിൽ ബൈത്തും പാടി കൗതുക പന്തലിൽ ഹൂറികൾ ഒത്തൊരുമിത്തിടലായി രാവിൻ കൺമണി പൊന്നിസുമായിൽ ഇസാക്കും ചേർന്നിനും കസ്രകമായി ആയൊരു മങ്കയെ തങ്കലി ബാസിൽ സ്വർഗമിൽ പൂശിയ മൗലാജി ഹാജര ബീത്തരുൾ കരമിതിലാകെ ലെങ്കിടുമേ നിറ മൗലാജി ലെങ്കിടും മംഗലരാക്കിലിൽ ഇമ്പമിൽ ചോപ്പമികന്തൊരു മൗലാജി ഇങ്കിടും വെട്ടമിൽ മട്ടമിൽ നാരികൾ ചിത്തിര കൊത്തിയ മൗലാജി അത്തരു ചേർത്തൊരു മൗലാജി പുറപ്പെടലായി മംഗല നാരിയ മർഹമത്തേറ്റിയ സഭയിതു സകലം സമയത ബോഡിത മർഹബയരുളും സദറബിൻ റഹ്മത്തിൽ ഇരവുകളുണരും പൂമണിക്കിന്നേകി ബാരക ഏകിടും മുറയായി ഹൈറുകൾ ഏറ്റിടും നിറയായി ഫിർദൗസഗമിലെ ഉതുമണം നിറയുത്തമയറയിലെ എത്തിടും സൗജത്തും മണയായി എത്തിര റഹ്മത്തും ബർക്കത്തിൻ ഒളിവായി ഏറ്റമേറ്റം നൂറ് പാകിടും നാരികൾ കാമാ നറുമണം ഏറ്റിടും ദൗമാ പുതുമകൾ കൂടിടും യൗമായി പുതുമകൾ കൂടിടും യൗമായി. ഏതായാലും അരുൺ, പുതുമണവാട്ടിയുടെ നാണവും തോഴിമാരുടെ സന്തോഷവും ഒക്കെയാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കിനി സംഘനൃത്തം കണ്ടാലോ? ഒന്നാം വേദിയായ നിളയിലാണ് സംഘനൃത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിളയിലേക്ക് കത്തിച്ചൊലിച്ചുയരുന്നു സൂര്യരോഷം, കാലത്തിൻ ചുടു കണ്ണീർ ചാലായി ഭൂമിയിൽ മർത്യജീവിത താളമുലഞ്ഞു. കാലവർഷം വഴിമാറിയോ മഴയിൻ നന്യമായോ, അമ്പരം ചുറ്റും വെൺമേഘങ്ങളെ പ്രിയ സഖി കാർമേഘമെവിടെ. ഒരു നീർച്ചാലിനു ഇരുകരയിൽ കലഹം, ജലതർക്കങ്ങൾ ക്രൂരതകൾ ഒഴുകും കാവേരി നീ ഒരു ഓർമ്മയാകുമോ. മേഘങ്ങൾ വിൻശലഭങ്ങൾ ഞങ്ങളൊഴുകി ഒഴുകി അലയും മേഘങ്ങൾ, ഞങ്ങളൊഴുകി ഒഴുകി അലയും മേഘങ്ങൾ. നാടകം കണ്ടിരുന്നോ? ഏതെങ്കിലും ഒരു നാടകം കണ്ടിരുന്നോ മേഘ? അരുൺ, നാടകം കാണണം എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രധാന വേദിയിലേക്ക് ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഷോ ഉള്ളതുകൊണ്ടും നടന്നില്ല അല്ലെ. പക്ഷെ അത് കാണാതിരുന്നൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ സാരമില്ല, ആ റിപ്പോർട്ടില് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം സാധാരണ ഈ തല്ലും വഴക്കും അടിയൊക്കെ ഈ ഡ്രാമ വേദികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ലൈറ്റ് പ്രശ്നമാണ്, വേദി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ എല്ലാം നല്ല മത്സരങ്ങൾ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ കുട്ടികൾ നല്ല കൈയടക്കം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സിനിമാ താരങ്ങളുടെ ആടുതോമയുടെ കഥ വരെ പ്രമേയമാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാരണം കാഴ്ചക്കാരെയും വിട്ട് കളയാൻ പറ്റില്ല. കാരണം നിറയെ കാണികളായിരുന്നു നാടക മത്സരത്തിന് ഒഴുകിയെത്തിയത്. അതെ. ആടുതോമ എന്ന നായക കഥാപാത്രത്തിലൂടെ നടൻ മോഹൻലാൽ പ്രേക്ഷക പ്രശംസ നേടിയ ചലച്ചിത്രമാണ് സ്ഫടികം. ഇതിലെ ചാക്കോ മാഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി കോട്ടയം ജില്ലയിലെ പരണങ്ങാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കണക്കുപെട്ടി കാണികളുടെ കയ്യടി നേടി. സിനിമയിൽ ആടുതോമയ്ക്കാണ് പ്രാധാന്യമെങ്കിലും കണക്കുപെട്ടിയിൽ ചാക്കോ മാഷാണ് നിറഞ്ഞു നിൽക്കുന്നത്.
കർക്കശക്കാരനായ ചാക്കോ മാഷുടെ വേഷം ആതിര ജോസ് മികവുറ്റതാക്കി. ചാക്കോ മാഷുടെ കണക്കിൻ്റെ തത്വശാസ്ത്രമാണ് ജീവിതത്തിൽ ശരിയെന്നാണ് കണക്കുപെട്ടിയുടെ സന്ദേശം. സംവിധായകൻ അനൂപ് വാസു. ചാക്കോ മാഷിൻ്റെ ഭാഗമാണ് ശരി എന്ന് എനിക്ക് തോന്നി. കാരണം 13 വയസ്സായ പയ്യന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു ആയിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. സ്വന്തമായിട്ട് അറിവാകുന്നതുവരെ അനുസരിക്കുക എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് എന്നുള്ളതാണ്. ആദ്യം അറിയാവുന്നവരൊന്ന് അനുസരിക്കുക എന്നുള്ളതാണ് തോന്നിയത്. കണക്കാണ് മെയിൻ. പ്രകൃതിയും പരിസ്ഥിതിയും പ്രമേയമായ നാടകങ്ങളും അരങ്ങേറി. ഓന്ത് നാടകം ഈ വിഭാഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. നർമ്മത്തിലൂടെ കാര്യം പറയുന്ന മീശ നാടകവും പ്രേക്ഷകരെ രസിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തേക്കാൾ ഹൈസ്കൂൾ നാടകങ്ങൾ ഒരുപടി മുന്നിലാണെന്നാണ് കാണികളുടെ അഭിപ്രായം. വരും തലമുറയുടെ കൈകളിൽ നാടകത്തിൻ്റെ ഭാവി സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ അരങ്ങേറിയ നാടകങ്ങൾ ഓരോന്നും. നിറഞ്ഞ സദസ്സിലാണ് നാടകങ്ങൾ അരങ്ങേറിയത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം സണ്ണി ജോസഫ്. എന്നാലും നാടകത്തിന്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്തവണ എങ്ങനെയാണ് നാടകം പുരോഗമിച്ചത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമുക്കിനി ഒരു ജനപ്രിയ ഇനം കാണാം. എല്ലാം ജനപ്രിയ ഇനം തന്നെയാണെങ്കിലും ഇനിയുള്ളത് ഒപ്പന കണ്ടു, നാടകത്തിന്റെ ഒരു സമഗ്രമായ റിപ്പോർട്ടുകളൊക്കെ കണ്ടു. ഇനി ഒരു കോൽക്കളി ആയാലോ? തീർച്ചയായും. ആലത്തൂർ BSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആലത്തൂരെ കുട്ടികളാ? ആലത്തൂരെ കുട്ടികളാ. എന്താ പറയാനല്ലേ? അതെ, ആ ചടുലമായ പദചലനങ്ങള്, ചടുലമായ താളം, ആ വേഗത. എന്തായാലും അവിടെ നിന്നുള്ള പൊടി ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ പൊടി പാറി. ഈ പൊടിയല്ല, മത്സരത്തിന്റെ കാര്യം പറഞ്ഞ. കലയാട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സംഘനൃത്തത്തിലേക്ക് കൂടി ഒന്ന് പോയാലോ? കാരണം ഏറ്റവും വർണ്ണാഭമായ മത്സര ഇനം എന്ന് വേണം സംഘനൃത്തത്തെ വിശേഷിപ്പിക്കാൻ, അല്ലേ?
ഓക്കെ, നിളയിലാണ് ഇപ്പോൾ സംഘനൃത്ത മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് ചിരിച്ചു നിൽക്കും കട്ടതിൽ നിന്നൊരു പങ്ക് പൊൻകിരീടം കുരിശിൽ അരുതെന്നു പറയാനുമാവാതെ ഭഗവാൻ. മുറ്റത്തൊരാനയെ കെട്ടിയിട്ട് പ്രൗഢി കാട്ടി ഞെളിയുന്നു ചങ്ങലക്കിടാത്ത ഭ്രാന്ത്. പണം വാരി എറിഞ്ഞാൽ പത്മശ്രീ കിട്ടുമെങ്കിൽ കൂട്ടാമല്ലോ നമുക്ക് മുഖശ്രീ. വാഴുന്നോർക്കായി തമ്മിൽ അംഗം വെട്ടിച്ചത്തു 1000 പണത്തിനെത്ര ചേകവന്മാർ. അധ്വാനശീലനാം കൃഷിക്കാരനച്ഛന് കുഴിമടിയന്മാരാം 4 ആൺമക്കൾ. മരണക്കിടക്കയില മക്കളെ വിളിച്ചു ചൊല്ലി തെങ്ങിൻ ചുവട്ടിലൊരു നിധിയുണ്ടെന്ന്. അത്യാർത്തി മൂത്തുമണ്ണിൽ കിള തുടങ്ങി മക്കൾ. പുരയിടം മുഴുവനവർ കിളച്ചു തീർത്തു. എങ്ങുമേ കണ്ടില്ല നിധി എന്നാലും 1000 കായ്ച്ചു തെങ്ങോരോന്നും. അധ്വാനത്തിന്റെ വിലയറിഞ്ഞു മക്കൾ. അച്ഛന്റെ വാക്കിന്റെ പൊരുളും അറിഞ്ഞു. അങ്കക്കോഴികളെ പോൽ മതം, പണം, രാഷ്ട്രീയം ഇവയ്ക്കായോടുന്നു ഇന്നും എത്ര പേർ. നാണം കെട്ടോരീ പണം എന്തിനാവോ? നെല്ലിൽ വിളയുന്ന കതിരും പണമല്ലേ, പൂത്തു നിൽക്കും പൂക്കളും പണമല്ലേ. വീയത്തിന്റെ വിലയുണ്ട് ശീലിച്ച പിന്നെ എന്തിന് കുഴൽപ്പണം ഹവാലപ്പണം. നിലനിലയായി വീട് കെട്ടി മട്ടുപ്പാവിൽ കേറി നിന്ന് ചന്ദ്രനെ പിടിക്കാൻ കൊതിക്കുന്ന കൂട്ടരെ. പാദം നിലത്തു തന്നെ ഊന്നണം, മണ്ണിൽ വേരൂന്നിയാലേയുള്ളൂ കായ്ബലം കായ്ബലം കായ്ബലം. മേഘ, ഇന്ന് ഈ കലോത്സവ സദസ്സിലും വേദിയിലും ഒക്കെ ആയിട്ട് കുറെ മാരകായുധങ്ങളുമായി ചിലർ ഇറങ്ങിയിരുന്നു, കണ്ടിരുന്നോ? അയ്യോ, ആര്, എന്ത്, എപ്പം ഒന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ചില സംഭവം ഉണ്ടായി. ആരാണെന്ന് കാണാം. നേരത്തെ പറഞ്ഞതിന്റെ സസ്പെൻസ് പോവില്ലേ, കണ്ടു നോക്കാം. ശൂലം, ഇരുമ്പ് തണ്ട്, വാൾ, കത്തി, മൺവെട്ടി. കണ്ണൂരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ആയുധശേഖരമെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തവേദിയിലെ കാഴ്ചകളാണിതൊക്കെ. ശിവനായും വെളിച്ചപ്പാടായും മാറി മാറി വന്ന് സദസ്സിനെ വെറുപ്പിച്ചതു പോരാഞ്ഞിട്ട് വേദിയിൽ ഓരോരുത്തരായി വീണു.
സ്റ്റേജിൽ വീണാലേ നാടോടി നൃത്തത്തിന് പഞ്ചുണ്ടാകൂ എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ 1 അല്ല 2 അല്ല 3 അല്ല മത്സരിച്ച മിക്ക മത്സരാർത്ഥികളും സ്റ്റേജിൽ വീണുരുണ്ടുകൊണ്ടാണ് മത്സരം പൂർത്തിയാക്കിയത്. ചടുലമായ നാടോടി നൃത്തത്തിനിടയിലെ കൗതുക കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. അപ്പോൾ മത്സരങ്ങളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണിപ്പോൾ. കാരണം ഇനി 2 ദിവസം മാത്രമാണുള്ളത്. 4 ദിവസം വളരെ പെട്ടെന്ന് പോയില്ലേ. കാരണം മത്സരങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു, ഒഴുകി അങ്ങ് പോകുമായിരുന്നു. അതായത് കാണികളും ഒപ്പം ഒഴുകിയ ഒരു കലോത്സവമാണ് ഇത് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു എല്ലാ വേദികളിലും ഉണ്ടായിരുന്നു, ഒപ്പനയിലും ഉണ്ടായിരുന്നു അല്ലേ ഈ കാണികളുടെ ഒരു. ഒപ്പനയിലും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാ മത്സരങ്ങളിലും ഉണ്ടാകുമ്പോൾ ഒപ്പനയിലും ഉണ്ടാവും. ഇന്ന് രാവിലെ നടന്ന ഒരു പ്രധാനപ്പെട്ട മത്സരമായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗ പെൺകുട്ടികളുടെ ഒപ്പന മത്സരം. അരുൺ, കണ്ണൂർ അപ്പാടെ ഇങ്ങ് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നിളയിലേക്ക് നമ്മൾ കണ്ടത് ഈ പ്രധാന വേദിയിൽ അല്ലേ. പ്രധാന വേദിയിൽ കടത്തനാടിന്റെ ശീലുകൾ കേട്ടുപരിചയിച്ച കണ്ണൂരിന്റെ കാതുകളിലേക്ക് മലബാറിന്റെ അത്രമണം പരത്തിക്കൊണ്ടാണ് മണവാട്ടിയും തോഴിമാരും കൈകൊട്ടി പാടിയെത്തിയത്. മറിച്ചൊന്നും ചിന്തിക്കാതെ കണ്ണൂരിന്റെ ആൾക്കൂട്ടവും ഒപ്പനയിലരിഞ്ഞു. ഒപ്പനയുടെ കെസ്സുപാട്ടിന് താളം പിടിച്ചു. മണവാട്ടിയുടെ മൊഞ്ചുകണ്ട അമ്പരപ്പായിരുന്നു ചിലരുടെ മുഖത്ത്. ഒപ്പനയുടെ ചടുലത ഹൃദയത്തിലേക്ക് ആവാഹിച്ച് മതിമറന്നിരുന്നു മറ്റു ചിലർ. അത്രയ്ക്ക് മൊഞ്ചായിരുന്നു ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പനയ്ക്ക്. രാവിലെ തുടങ്ങിയ മത്സരം ഉച്ചവെയിലിലും ആവേശം ഒട്ടും ചോരാതെ കാണികളെ ഇളക്കി മറിച്ചു. ഒപ്പനത്താളം ഹൃദയതാളമാക്കിയാണ് നിളയിലെത്തിയവർ മടങ്ങിയത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും AK ലതീഷ്. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ ഏറെക്കുറെ വേദികളിൽ പുരോഗമിക്കുന്നു. 12 എണ്ണത്തോളം പൂർത്തിയായിട്ടുണ്ട്. നാളെ മത്സരങ്ങൾ കുറവാണ്, മറ്റന്നാളും അങ്ങനെ തന്നെയാണ്. അതായത് ഏകദേശം ഇന്നോടുകൂടി ഈ പോയിന്റ് നിലയുടെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമാവുന്ന ഘട്ടം കൂടിയാണ്. എന്തായാലും 5-ാം ദിവസത്തെ മത്സരം പൊടിപാറയും പൊടിപാറ്റിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് പങ്കുവെക്കുന്ന കാഴ്ചയാകുമോ അതോ ഈ കിരീടങ്ങൾ ആരിലേക്ക് എങ്ങോട്ട് മാറിമറിയും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാലും ഇപ്പോൾ തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് തന്നെ പോകാം അല്ലേ. വരും മണിക്കൂറുകളിൽ, വരും ബുള്ളറ്റിനുകളിൽ സമഗ്രമായ റിപ്പോർട്ടുകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.